US ബിസിനസ് ഇൻ്റലിജൻസ് കമ്പനിയായ മോർണിംഗ് കൺസൾട്ട് തുടർച്ചയായി 2 വർഷം ഒരു സർവേ നടത്തി. അവരുടെ ലക്ഷ്യം ഗ്ലോബൽ ലീഡർ, അതായത് ആഗോളതലത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള, ഏറ്റവും അധികം ഇഷ്ടക്കാരുള്ള നേതാവ് ആരാണ് എന്നത് കണ്ടുപിടിക്കുകയായിരുന്നു. ഈ സർവേ പ്രകാരം ഈ 2 വർഷവും 76% അംഗീകാര റേറ്റിംഗുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിയാണ് ജനപ്രിയ ആഗോള നേതാവായി ഉയർന്നു വന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഉയർന്ന അംഗീകാര റേറ്റിംഗുള്ള ലോക നേതാവാകുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഇന്ത്യൻ ജനതയ്ക്ക് ഇത്രയധികം ഇഷ്ടപ്പെടുകയും എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുവേണ്ടി എന്താണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്തത്? ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ട രാജ്യമാണ്. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് അനവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ ജനങ്ങളുടെ ഹൃദയം കവർന്നവരുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ ഒരു പടി മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്ന പശ്ചാത്തലം എങ്ങനെ ഒരുങ്ങുന്നു? സാമൂഹ്യ സാമ്പത്തിക വികസനങ്ങൾ, ലോകത്തിന് മുന്നിൽ രാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥ ഉയർത്തുക, രാജ്യത്തെ വികസിപ്പിക്കുക, ഒപ്പം ദരിദ്രർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പദ്ധതികൾ കൂടുതലായി ഏറ്റെടുക്കുക, അങ്ങനെ അനവധി കാര്യങ്ങൾ മോദിയുമായി ബന്ധപ്പെട്ട് വാർത്തകളായി പ്രധാനമായും വരുന്ന സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. 2014 മുൻപ് 350 സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് 1 ലക്ഷമാക്കി അദ്ദേഹം വളർത്തിയെടുത്തു. ഇന്ത്യയുടെ റോഡ് ശൃംഖല 6.7 ദശലക്ഷം കിലോമീറ്ററായി ഉയർന്നു. അതായത് ലോകത്ത് 2ാം സ്ഥാനത്താണ് USA പിന്നിൽ ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2014 മുതൽ സൗരോർജ്ജ ശേഷി 2.6 ജിഗാവാട്ടിൽ നിന്ന് 70.1 ജിഗാവാട്ടായി വർദ്ധിപ്പിക്കുന്നു. 2014 10ാം സ്ഥാനത്ത് നിന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം മാറ്റുന്നു. മറ്റ് രാജ്യങ്ങളുമായി ശക്തമായ വിദേശ നയങ്ങൾ വികസിപ്പിക്കുന്നു. അവർക്കിടയിൽ സൗഹൃദം വളർത്തിയെടുക്കുന്ന പശ്ചാത്തലമൊരുങ്ങുന്നു. പ്രതിരോധ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം. സൈന്യത്തിൻ്റെ മനോവീര്യം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് കോട്ട് ആക്രമണം, ഉറി ആക്രമണം, ഭീകരത ഇല്ലാതാക്കൽ, അങ്ങനെ ജമ്മു കാശ്മീരിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യത്തിൻ്റെ സമഗ്ര വികസനം കൊണ്ടുവന്ന പ്രധാനമന്ത്രി എന്ന് വലിയ തോതിലുള്ള പ്രശംസ നേടുന്ന ഒരു പശ്ചാത്തലം. രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെ ആർക്കും എതിർക്കാം, അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർക്കാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എതിർക്കാം. പക്ഷേ മോദി എന്ന വ്യക്തി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യക്ക് സംഭാവന ചെയ്ത പലവിധ കാര്യങ്ങൾ, അതെങ്ങനെ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നമുക്ക് അന്തസ്സോടെ നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് എന്ന് പറയാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ചരിത്രമാണ്. എടുത്തു പറയാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ നമ്മളെ നിലനിൽക്കാൻ പഠിപ്പിച്ച പ്രധാനമന്ത്രി, സ്വച്ഛ് അഭിയാനിലൂടെ വൃത്തി എന്ത് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയ പ്രധാനമന്ത്രി, $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടൽ ഉയർത്തിയ പ്രധാനമന്ത്രി, കോവിഡുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ പകച്ചപ്പോൾ അന്തസ്സോടെ ആർജവത്തോടെ നമ്മെ നയിച്ച പ്രധാനമന്ത്രി, കശ്മീരിനെ പൂർണ്ണമായും മാറ്റിമറിച്ച 370 റദ്ദാക്കൽ, രാം മന്ദിർ, വന്ദേ ഭാരത്, റോഡ് വികസനം, ബുള്ളറ്റ് ട്രെയിനിലൂടെ ഇന്ത്യൻ റെയിൽവേ നേടിയെടുക്കാൻ പോകുന്ന അമ്പരപ്പിക്കുന്ന മാറ്റം, ഇതൊക്കെയാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനായ ലോക നേതാവായി ഉയർത്തുന്നത്. ഇന്ത്യയിലെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങളുടെ മനം കവരുന്ന നേതാവായി മാറ്റുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ മോദിക്ക് അങ്ങനെ ആരാധക വൃന്ദമേറുന്നു. മോദി അല്ലാതെ മറ്റാര് എന്ന ചോദ്യം ഉയരുന്നു. മോദി മാറിയാൽ എന്ത് സംഭവിക്കും ഇന്ത്യക്ക് എന്ന ആശങ്ക പല കോണുകളിലും ഉയർന്ന പശ്ചാത്തലം. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിൽ പല കോണുകളിൽ നിന്നും ഇത്തരം അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഏകണ്ഠമായി മോദിയെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് പറയുകയാണ്, മോദിയല്ലാതെ മറ്റൊരാളെ ഈ പ്രധാനമന്ത്രി പദത്തിൽ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയായി 4078 ദിവസം പൂർത്തിയാക്കിയപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന 2ാമത്തെ വ്യക്തിയായി മോദി മാറിയത്. നരേന്ദ്രമോദിയുടെ പേരിൽ മറ്റു ചില റെക്കോർഡുകളുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഒരേ ഒരു പ്രധാനമന്ത്രി, ദീർഘനാൾ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച കോൺഗ്രസ് പാർട്ടിയല്ലാത്ത പ്രധാനമന്ത്രി, ഹിന്ദി ഭാഷയല്ലാത്ത സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച നേതാവ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുന്ന ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇപ്പോഴെന്താ
നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നു. 3-ാം തവണ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സീറ്റെണ്ണത്തിലൊക്കെ അല്പം കുറവ് വന്നുവെങ്കിലും, ഒരു കൊയലേഷൻ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിലും മോദി തന്നെയാണ് ഏറ്റവും പ്രധാന വ്യക്തി. സഖ്യകക്ഷികൾ, കൂടെയുള്ളവർ, ഭരണത്തെ താങ്ങി നിർത്തുന്നവർക്കൊക്കെ മോദിയെ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കില്ല. അത്രത്തോളം വലിയ ലോക നേതാവായി അദ്ദേഹം വളർന്നു കഴിഞ്ഞു. യാതൊരു അസ്വാരസ്യങ്ങളുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി തൻ്റെ കൃത്യമായ മേൽനോട്ടത്തിൽ മോദി ഇന്ത്യ ഭരിക്കുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ടോ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടോ അഴിമതിയുടെ ഒരു ചെറിയ കറ പോലും പുരണ്ടില്ല കഴിഞ്ഞ 3 ടേമുകളിലും. 12.5 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ശേഷമാണ് നമുക്കറിയാം മോദി ഇന്ത്യയുടെ അമരത്തേക്ക് വരുന്നത്. 2001 മുതൽ 2014 വരെയുള്ള കാലത്ത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവായി തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഒരേ ഒരു പ്രധാനമന്ത്രിമാരിലും മുഖ്യമന്ത്രിമാരിലും ഒരു പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ തുടർച്ചയായ 6 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഇന്ത്യയിലെ ഏക നേതാവ് കൂടിയായി മോദി മാറുകയാണ്. 2001 ഒക്ടോബറിൽ കേശുഭായ് പട്ടേലിൻ്റെ ആരോഗ്യം വഷളായപ്പോൾ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ 4 തെരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്ത് BJPയുടെ കോട്ടയായി മോദി കാക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് ഗുജറാത്തിൻ്റെ വികസന കാലമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ മാത്രമല്ല, ലോകരാജ്യങ്ങൾ പോലും ഗുജറാത്ത് മോഡൽ എന്ന് വിശേഷണം തുടങ്ങിയ കാലം. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും ഗുജറാത്ത് വികസനം പഠിക്കാൻ പോയ പശ്ചാത്തലമൊക്കെ ഓർമ്മയുണ്ട്. 2014 മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാട്ടുന്ന കാലം വരെ ഗുജറാത്തിനെ അന്തസ്സോടെ നയിച്ചു മോദി. അവിടുത്തെ വികസനത്തിൽ വലിയ തോതിലുള്ള സംഭാവന നൽകി അദ്ദേഹത്തിൻ്റെ ഭരണകാലം. അന്ന് അനവധി ലോകരാജ്യങ്ങൾ മോദി സന്ദർശിച്ചു. ഗുജറാത്ത് വികസനവുമായി ബന്ധപ്പെട്ട് ചൈന അടക്കം ഒരുപാട് ലോക നേതാക്കൾ ഗുജറാത്തിലെത്തി മോദിയെ കണ്ട് അവിടുത്തെ വികസന കാര്യങ്ങൾ നോക്കിക്കണ്ടു, അത് അനുകരിച്ചു. 2014 മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 31% BJPയുടെ വോട്ട് വിഹിതം ഉയർത്തിയിടാൻ. മോദിയുടെ തേരിലേറി, മോദിയുടെ തോളിലേറി BJP സഞ്ചരിച്ചപ്പോൾ 282 സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയാണ്. 1984 ശേഷം തികച്ചും പ്രവചനാതീതമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയായി BJP മാറി. 2019 303 സീറ്റുകളായാണ് മോദി BJPയുടെ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചത് എന്നതുകൂടി ഓർക്കണം. അങ്ങനെ തുടർച്ചയായി വിജയങ്ങൾ BJPക്ക് നൽകിയ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിനു വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി. മന്ത്രിമാർക്ക് അത്ഭുതമാണ്. അദ്ദേഹത്തോടൊപ്പം ക്യാബിനറ്റിലൊക്കെ പ്രവർത്തിച്ച പലരും പറയുന്നതനുസരിച്ച് മോദിയുടെ ശ്രദ്ധ എല്ലാ മേഖലകളിലും ഉണ്ടാകും. ഓരോ വിഷയത്തിലും അദ്ദേഹം അഭിപ്രായങ്ങൾ ചോദിക്കും, മന്ത്രിമാരെ കേൾക്കും. തികച്ചും തിരക്കേറിയ മന്ത്രിസഭാ കാലം. അതാണ് ഈ മന്ത്രിമാരായി പോകുന്നവരെ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മോദി നടത്തുന്ന പലതരത്തിലുള്ള നീക്കങ്ങൾ കൂടിയുണ്ട്. അത് എതിരാളികളെ പലപ്പോഴും അമ്പരപ്പിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന തന്ത്രം വിജയകരമായി നടത്തിയപ്പോൾ ഒരിക്കൽ കൂടി വിജയിച്ചത് പ്രധാനമന്ത്രിയുടെ ഈ തരത്തിലുള്ള നീക്കങ്ങളാണ്. 2019 ബാലാക്കോട്ട് ആക്രമണത്തിലും ഇതേ പാതയിലൂടെ മോദി സഞ്ചരിക്കാൻ നമ്മൾ കണ്ടു. കാരണം പാകിസ്ഥാൻ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നിശബ്ദമായി നടത്തുകയും അത് എതിരാളികൾ അറിയാതിരിക്കാനുള്ള നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ബാലാക്കോട്ടിന് മുൻപുള്ള പെരുമാറ്റത്തിൽ പോലും അത് വളരെ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 26 പുലർച്ചെയാണ് ഇന്ത്യ ബാലാക്കോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. അന്ന് മോദിയുടെ നിശ്ചയദാർഢ്യം, കൃത്യമായ മോദിയുടെ ലക്ഷ്യങ്ങൾ ലോകം മനസ്സിലാക്കി. അതിനു മുൻപുള്ള 48 മണിക്കൂറും ഒരു രാഷ്ട്ര നേതാവിൻ്റെ സംഘർഷമോ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാൻ പോകുന്നതിന് ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. തൻ്റെ പതിവ് ജോലികളിൽ മുഴുകുകയാണ്. ദില്ലിയിൽ അദ്ദേഹം യുദ്ധസ്മാരകം രാജ്യത്തിന് സമർപ്പിക്കുന്നു, ഇന്ത്യൻ സേനയുടെ വീരത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഒപ്പം മറ്റ് ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ രാത്രി 9 മണിക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരാൻ തയ്യാറായപ്പോൾ പ്രധാനമന്ത്രി ദില്ലിയിൽ ഒരു മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാനെ പോലും അമ്പരപ്പിച്ച ഒരു ആക്രമണമായി ബലാക്കോട്ട് മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. സമാനമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തിയിരുന്നു. അവിടെയും വളരെ സാധാരണക്കാരനെ പോലെ പെരുമാറി സാധാരണയായി തൻ്റെ ഓഫീസ് ജോലികളിൽ ഏർപ്പെട്ട പ്രധാനമന്ത്രിയാണ് വളരെ പെട്ടെന്ന് പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാത്ത തിരിച്ചടി നൽകുന്നത്.
അതോടെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വീരനായകനായി മോദി മാറുകയാണ്. പറയുക മാത്രമല്ല, താൻ പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് മോദി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവുകയാണ്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് 2023 ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ മോദി പറയുകയാണ് 2024 താൻ തന്നെ ഇവിടെ ദേശീയ പതാക ഉയർത്തുമെന്ന്. ഇനി വരുന്ന 5 വർഷങ്ങളിലായിരിക്കും ഇന്ത്യയുടെ യഥാർത്ഥ സുവർണഘട്ടം വരിക എന്ന്. ഇത് 2024 ജൂണിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭ 3ാം വട്ടം അധികാരത്തിൽ ഏറിയപ്പോൾ അദ്ദേഹം ആ വാക്ക് പാലിക്കുകയാണ്. അതായത് മറ്റു സർക്കാരുകളെ പോലെയല്ല, ആദ്യമായി അധികാരത്തെത്തിയത് മുതൽ മുൻ സർക്കാരുകൾ നടന്ന വഴിയിലായിരുന്നില്ല മോദിയുടെ സഞ്ചാരം. വേറിട്ട വഴികളിലൂടെ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നു. അഴിമതി ലെവലേശം പുരളാത്തവരെ, ടെക്നോക്രാറ്റുകളെ, കൃത്യമായ വിഷയത്തെക്കുറിച്ച് ബോധ്യമുള്ളവരെ അതാത് വകുപ്പുകളുടെ ചുമതല മോദി ഏൽപ്പിക്കുന്നു. കേന്ദ്രമന്ത്രിമാർക്ക് കൃത്യമായ ചുമതലകളും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ള നീക്കമാണ്. അങ്ങനെ വളരെ സ്ട്രിക്റ്റായ ഒരു അധ്യാപകന് മുന്നിൽ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, അവരെങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഈ മന്ത്രിമാരെ, ഈ ക്യാബിനറ്റിനെ മോദി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, ചലിപ്പിക്കുകയാണ്. ചായക്കടക്കാരനായ പിതാവ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സഹായിക്കാനായി ചായ വിൽക്കുന്ന ബാലനിൽ നിന്ന് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ലോക നേതാവായി വളർന്ന മോദിയുടെ ചരിത്രം അത് വലിയ അത്ഭുതകരമാണ്. അത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അത് കാലത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി വെക്കുമെന്നത് തീർച്ച. ഇതിനിടയിലാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നത്. 75 വയസ്സ് തികഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് വിരമിക്കുമോ എന്ന ചോദ്യം, അത് നമുക്കറിയാം RSS മേധാവി ശ്രീ മോഹൻ ഭാഗവത്തിൻ്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയായത്. പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് തിരുത്തുകയാണ്. നരേന്ദ്രമോദി വിരമിക്കണമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. താനും വിരമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മോഹൻ ഭഗവത് പറയുമ്പോൾ ഒരു വ്യക്തി എന്നത് അത് പ്രായവുമായി ബന്ധപ്പെട്ടല്ല, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും മോദിക്ക് വഴങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. എത്ര കടുംപിടുത്തക്കാരനെ പോലും അർഹിക്കുന്ന പരിഗണന മാത്രം നൽകി അകറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ വരുതിക്ക് വരുത്താനുള്ള മോദിയുടെ അസാധാരണമായ പാടവം, അത് അമേരിക്കൻ പ്രസിഡന്റിനെ, ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ പോലും അമ്പരപ്പിക്കുകയും അദ്ദേഹത്തെ തൻ്റെ വരുതിക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലം അതാണ്. 2024 തെരഞ്ഞെടുപ്പ് ഫലം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ BJPക്ക് ആയില്ല എങ്കിൽ പോലും ആ ഭരണം മുന്നോട്ട് പോകണമെങ്കിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ദയാദാക്ഷിണ്യം വേണമെന്ന നിലയിലെത്തി എങ്കിൽ പോലും ആദ്യ 2 ടേമുകളിലും മോദി സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ഭരണം കാഴ്ചവെച്ചോ അതൊരു പക്ഷേ 3ാം ടേമിൽ ഉണ്ടാവില്ല എന്ന് എതിരാളികൾ പറഞ്ഞിരുന്നു. നേരത്തെ അത്തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ വഖഫ് ഭേദഗതി ബില്ലോടെ മോദി അത് ആ ഒരു രീതി മാറ്റി. തൻ്റെ നിശ്ചിതാർത്ഥത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി മോദി പറഞ്ഞു വെക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പും മോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നു. പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ മോദിയുടെ റേറ്റിംഗ് വല്ലാതെ ഉയർത്തുകയും രാജ്യമൊട്ടാകെ വൈകാരിക വിഷയമാക്കി അതിനെ മാറ്റാൻ സാധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായ തനിക്ക് നഷ്ടമായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ ഓരോ നിമിഷവും മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗുജറാത്തിൽ, ഒപ്പം ബീഹാറിൽ, അസമിലൊക്കെ നടത്തിയ പര്യടനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസംഗങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ മോദിയെ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ സ്റ്റാറാക്കി നിർത്തുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആധുനിക കാലത്തിനൊപ്പം വളരാൻ മോദി എന്ന ജനനേതാവിന് സാധിച്ചിരിക്കുന്നു. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള ലോക നേതാവാണ് നരേന്ദ്രമോദി. 3 കോടി കവിഞ്ഞു മോദിയുടെ യൂട്യൂബ് വരിക്കാരുടെ എണ്ണം എന്ന് മനസ്സിലാക്കണം. എക്സിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. 2ാം സ്ഥാനത്തുള്ള മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനാരോയ്ക്ക് മോദിയുടെ 1/3 താഴെ വരിക്കാരേ ഉള്ളൂ. 64 ലക്ഷം വരിക്കാർ മാത്രമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അത്തരത്തിൽ എല്ലാ മേഖലകളിലും, വികസനത്തിൻ്റെ കാര്യത്തിലായാലും, പ്രതിരോധ രംഗത്തായാലും, ജനപ്രീതിയുടെ കാര്യത്തിലായാലും, രാജ്യത്തെ പട്ടിണി മാറ്റുന്ന കാര്യത്തിലായാലും, രാജ്യത്തിൻ്റെ വൃത്തി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും, അടിസ്ഥാന മേഖലകളിലുള്ള വലിയ വ്യത്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയെ ബഹുദൂരം മുന്നിലെത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് പകരം ഒരാളെ BJPക്ക്, ഇന്ത്യൻ ജനതയ്ക്ക് സങ്കല്പിക്കാൻ ആവാത്തത്.